ഗൈസ്, ഇത് നമ്മുടെ ഫസ്റ്റത്തെ മെയിൻ വ്ളോഗാണ്. ഓണപരിപാടിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് കുറച്ച് വ്ളോഗ് എടുക്കാനാണ് പ്ലാൻ. ഒരു 15 മിനിറ്റ് മിനിമം വേണം. ഒന്നെല്ലാം റെഡി ആകണം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിന്ന് ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും വന്നു തുടങ്ങിയിട്ടില്ല. ഞാൻ മാത്രമാണ് ഇപ്പോൾ ആദ്യം ബസ് സ്റ്റോപ്പിൽ എത്തിക്കുന്നത്. ബാക്കി കോളേജ് ബസ് വരുമ്പോൾ നോക്കാം. സെറ്റ്. ഗൈസ്, ഇത് വൃന്ദ ചേച്ചിയും വന്നു. അപ്പോൾ എല്ലാവരും പരിപാടി വൈബാക്കാൻ റെഡിയാണ്. ടീച്ചർമാരൊക്കെ വന്നു തുടങ്ങി. ബാക്കിയുള്ളവരൊക്കെ ഇനി വരാനുണ്ട്. ഗൈസ്, അപ്പോൾ വണ്ടി വന്നു. എല്ലാവരും കയറാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് ചന്ദ്രേട്ടൻ. ഹായ് പറയും. ഹലോ ഏട്ടന്മാർ. തലേ ദിവസം തന്നെ ബസ്സൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഓണത്തിൻ്റെ ഒരു വൈബിലാണ്. അത് കഴിഞ്ഞ് എല്ലാവരുടെയും കയറ്റിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നിർത്തി. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കാനായിട്ട് ഫുള്ള് റെഡിയാണ്. എല്ലാവരും ആഘോഷത്തിൻ്റെ ഒരു വൈബിലാണ്. അതേപോലെ തന്നെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഫുള്ള് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഫുള്ള് ഇതിൻ്റെ ഒരു മൂഡിലാണ്. മാസാക്കണം, അടിപൊളിയാക്കണം. അതിനുശേഷം ചന്ദ്രേട്ടൻ എല്ലാവരും അറേഞ്ചൊക്കെ ചെയ്തു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ. എല്ലാവരും എത്തി, വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് വൈബാക്കി. പൊളിക്കണ്ടേ ഗൈസ്? എന്നിട്ട് ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു. രാവിലെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ പാലട പായസമായിരുന്നു. ഗായ്സ്, അപ്പോൾ ഇതാണ് കോളേജിലത്തെ പൂക്കളം. ഞങ്ങളുടെ ബ്ലോക്കിലിട്ട പൂക്കളമാണ്. വേറെ പൂക്കളങ്ങളൊന്നും അധികം കിട്ടിയില്ല. അപ്പോൾ ഒരു ഭാഗത്ത് കൊട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത ഭാഗത്തെ പരിപാടി നോക്കാൻ പോവുകയാണ്. നമ്മുടെ ടീച്ചറുടെ ടീച്ചർ വൈബാണ്. ഗൈസ്, ഇതാരത്? ഗൈസ്, ഓണത്തിന്റെ മെയിൻ പങ്കാളി കുടിച്ചേച്ച്.
അവിടെ ഡാൻസ് കളിച്ച് ഫുള്ള് ക്ഷീണിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഒരുപാട് തിരക്ക്. ആ തിരക്കൊക്കെ കൊണ്ട് കുറച്ച് നേരം മാറിയിരിക്കാൻ പറഞ്ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയി. കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞോടെ വന്നിരിക്കുകയാണ്. ചത്ത അവസ്ഥയാണ് എല്ലാവരും കേട്ടോ. എനിക്ക് ചെയ്യുന്നൊരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്നു. ഫുഡ് കഴിഞ്ഞാൽ 1/4 മണിക്കൂറാവും. എന്നിട്ട് തിരിച്ചു പോയി നോക്കിയപ്പോൾ തിരക്കും തീരെ കുറഞ്ഞിരുന്നില്ല. അപ്പോൾ പിന്നെ വീണ്ടും തിരിച്ചു പോയില്ല. അപ്പോൾ കുറേ നേരം നിന്നതിന് ശേഷം ടിക്കറ്റിൻ്റെ ഉൾപ്പെടെയാണ് കയറി. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം എന്താ സദ്യയൊക്കെ വന്നു. എല്ലാ കറികളൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ല. പക്ഷെ പായസം 2 ഉണ്ടായിരുന്നു, 2 കിട്ടിയില്ല. അപ്പോൾ വേറെ ലെവല് ബോളി. ഇതിൽ പോകെ ഓരോ ആൾക്കാരെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർക്ക് അറിയില്ല അത് എവിടെന്നാ വന്നത്, പക്ഷെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കറങ്ങുമ്പോഴാണ് കുറച്ച് കൂട്ടുകാർ വന്ന് അവർക്ക് വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തു. അവരുടെ വീഡിയോസൊക്കെ നമ്മൾ നോക്കി എല്ലാം റെഡിയാക്കി സെറ്റാക്കി. പോയി പറഞ്ഞത് ഒരു ലാസ്റ്റ് ബായ് കൊടുക്കാൻ എന്നിട്ട് തിരിച്ചു വരുമ്പോഴും ബസ്സിൽ ഓണത്തിൻ്റെ ഒരു വൈബ് പോയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഫുൾ അടിച്ചു കൊടുക്കുകയായിരുന്നു.
പരിപാടി ഓണം ഗോയിങ് ബാക്ക് ടു ഹോം. ഓണപ്പരിപാടി ഗംഭീരമായിരുന്നു. സദ്യ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. അപ്പോൾ സദ്യ എല്ലാം സൂപ്പർ. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ.